ശ്രീ ജയരാജൻ, ഇതെല്ലാം ADGP രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അതായത് പാർട്ടി പ്രവർത്തകർക്ക് അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നൊക്കെ തരത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ എഴുതി നൽകട്ടെ എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള ഒരു തിരസ്കരണം ആണ്, പീഡാനുഭവങ്ങളാണ് പോലീസിൽ നിന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ട്, താങ്കൾ അതിനെ പ്രകടനമെന്നാണ് വിളിച്ചത്, അൻവർ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഈ പുതിയ രീതിയിൽ അൻവറിൻ്റെ രാഷ്ട്രീയത്തെ നിലപാടുകളെ പറയാൻ ശ്രമിക്കുമ്പോൾ അത് സംഘ്പരിവാർ വിരുദ്ധമാണ് എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു വക്താവ് എന്ന നിലയിലേക്ക് അൻവർ മാറുകയാണോ? അൻവർ ആ നിലയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ സഹായകരമാകുന്നത് സംഘ്പരിവാറിനാണോ? തീർച്ചയായിട്ടും ഈ സംഘപരിവാർ രാജ്യത്തുടനീളം നടപ്പാക്കിയിട്ടുള്ള ചില പ്ലാൻ ഉണ്ടല്ലോ, പദ്ധതി ഉണ്ടല്ലോ. എന്താണ്? മുസ്ലിം വിരുദ്ധ വികാരം ഉളവാക്കുക. കേരളത്തിലും അവർ നടപ്പാക്കിയിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധ വികാരം ഹിന്ദു വിഭാഗങ്ങളിൽ ഉണ്ടാക്കി അങ്ങനെ RSSൻ്റെ ആശയപരമായിട്ടുള്ള സ്വാധീനത്തിന് വിധേയമാക്കുക എന്നതാണ് കേരളത്തിൽ അവർ നടപ്പാക്കിയത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള ഒന്ന് അൻവറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് അനുമാനിക്കേണ്ടത്. അൻവർ ചെയ്യുന്നത് എന്താ? അൻവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ അദ്ദേഹം ഉന്നയിച്ച ഓരോ വിഷയങ്ങളും, ഇപ്പോൾ മാമിയുടെ തിരോധാനം, അതുപോലെ തന്നെ ഈ പറയുന്ന ആഷിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം, മറ്റേ ജിഫ്രിയുടെ മരണം, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു, തെറ്റായ നടപടികൾ കൈക്കൊള്ളുന്നു എന്ന ഒരു നിലപാട് സ്വീകരിക്കുക. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒട്ടേറെ കേസുകൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, പക്ഷേ സമർത്ഥമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച കേസുകളുണ്ടല്ലോ. ഇപ്പോൾ ATM കവർച്ചാ കേസ് എത്ര സാമർത്ഥ്യവും അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് അതിലെ പ്രതികളെ പിടിച്ചത്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള കേരള പോലീസ്, ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസ്, ആ പോലീസിനെ സംബന്ധിച്ച് MLA എന്ന നിലക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുന്നു. ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? അദ്ദേഹം തുടക്കത്തിൽ ADGP അജിത് കുമാറിനെതിരായി പറഞ്ഞ കാര്യം ശരത്തെ ഓർക്കണം. അതായത് RSS നേതാക്കന്മാരുമായിട്ട് ADGP നടത്തിയിട്ടുള്ള കൂടിയാലോചന, അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നു. അതും അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് DGPയുടെ നേതൃത്വത്തിൽ. എന്ന് മാത്രമല്ല, അജിത് കുമാറിനെതിരായിട്ട് സാമ്പത്തികമായിട്ടുള്ള കുറ്റാരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അടുക്ക് രേഖയുണ്ട്, ഇതാ രേഖ, കേഷായിട്ട് പൈസ കൊടുത്തതിൻ്റെ രേഖ എൻ്റെ അടുക്കുണ്ട്, ഇത് വെച്ച് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണമെന്നാണ്. അത് അൻവർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സമയത്ത് ചെയ്യുമായിരിക്കാം, പക്ഷേ സഖാവ് പിണറായി വിജയൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിയമപരമായിട്ട് നടപടിയെടുക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഇങ്ങനൊരു ആക്ഷേപം വന്ന ഉടനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കുകയാണ്, വിജിലൻസിന് കൊടുത്തിരിക്കുകയാണ്. ആ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നടപടി എടുത്തിട്ടില്ലെങ്കിൽ അൻവർ പറയുന്നതിൽ ന്യായമുണ്ട്. RSSുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചയെ സംബന്ധിച്ചിടത്തോളം DGPയുടെ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് യഥാർത്ഥത്തിൽ പറയുന്നതല്ല യാഥാർത്ഥ്യം, അത് പറയട്ടെ. അതിനു മുമ്പേ എല്ലായിടത്തും മീറ്റിംഗ് വെച്ച് CPMനെ തെറി പറയുക, അതുപോലെ തന്നെ നേതാക്കന്മാരെ ആക്ഷേപിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതുവഴി പോലീസിനെയും ആക്ഷേപിക്കുക. ഇവിടെ അൻവറിൻ്റെ കൂടെ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഇപ്പോൾ ഉള്ള ചില ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തുടനീളമുള്ള സാഹചര്യം നോക്കുമ്പോൾ ഈ കേരളത്തിലാണ് വർഗീയതയ്ക്ക് വിധേയമാവാത്ത ഒരു പോലീസ് സംവിധാനമുള്ളത് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. കാരണം രാജ്യത്ത് പലയിടത്തും നടക്കുന്ന കാര്യം നമുക്കറിയാലോ. കേരളത്തിലെ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വടക്കൻ ജില്ല കാസർഗോഡ് എത്ര വർഗീയ സംഘർഷങ്ങളാണ് ഈ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന കാലത്തുണ്ടായത്. 2016 മുമ്പേ 2016 അധികാരത്തിന് വന്നതിന് ശേഷം ആ കാസർഗോഡ് ജില്ല പൂർണ്ണമായിട്ട് വർഗീയ ലഹളകളില്ലാത്ത, വർഗീയ സംഘർഷങ്ങളില്ലാത്തൊരു ജില്ലയായിട്ട് മാറിയല്ലോ. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കേരളത്തിൽ എവിടെയാണ് വർഗീയ സംഘർഷം നടക്കുന്നൊരു ജില്ലയുള്ളത്? എന്താ ഉത്തരേന്ത്യയിലെ സ്ഥിതിഗതികൾ? അത് അൻവറിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണ്ടേ. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ വിരുദ്ധ വേട്ട നടത്തുന്നു. ഈയിടെ സുപ്രീം കോടതി പോലും ഇടപെട്ടല്ലോ. എന്ന് പറഞ്ഞാൽ കേസുകൾ ചുമത്തുക, ആ കേസുകളുടെ പേരിൽ പ്രതികളാക്കപ്പെട്ടവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തടക്കുക. ബുൾഡോസർ രാജ് നടക്കുകയാണ് BJP ഭരിക്കുന്ന UPയിൽ.
അങ്ങനെ വല്ല കാര്യവും ഇവിടെ ഉണ്ടോ? അപ്പോൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് RSS നടത്തുന്ന ഈ വിധത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള കടന്നാക്രമണങ്ങളെ അതിശക്തമായി ചെറുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഈ കേരളത്തിലെ LDF സർക്കാരിനെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു ഗൂഢപദ്ധതി അതിൻ്റെ പിന്നിലുണ്ട് എന്ന്, രാഷ്ട്രീയ പദ്ധതിയാണത്. ആ രാഷ്ട്രീയ പദ്ധതിയെ തുറന്നു കാണിക്കാനാണ് CPIM പരിശ്രമിക്കുന്നത്. അതിന് CPMൻ്റെ എല്ലാ കരുത്തും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള കരുത്ത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുടനീളം ആ പ്രചരണം ഏറ്റെടുക്കേണ്ടി വരും എന്നതാണ് അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് CPMനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതിനുള്ള ശേഷി, കാരണം ശേഷി വെറുതെയുള്ള, സംഘടനാപരമായിട്ട് പാർട്ടി മെമ്പർമാരുണ്ട് ഞങ്ങളതിനെ അതിജീവിക്കുമെന്ന് മാത്രമല്ല ഈ പാർട്ടി പറയുന്നത്. ഈ പാർട്ടിയും LDF സർക്കാരും ഉയർത്തിപ്പിടിക്കുന്ന തിളക്കമാർന്ന നയങ്ങളെ അത് കരുതേച്ച് കാണിക്കാനാണ് അൻവറിൻ്റെ പരിശ്രമമെങ്കിൽ അൻവറെ ഈ കേരളത്തിലെ CPMൻ്റെയും LDF സർക്കാരിൻ്റെയും ശക്തി നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. പ്രതികാര നടപടിയല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും അത് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശക്തമായിട്ടുള്ള പ്രതിഷേധ കാറ്റിൽ നിങ്ങളുടെ ഈ അപവാദ പ്രചരണങ്ങളൊക്കെ ഒഴുകിപ്പോകും. അത് ചെറിയൊരു കടലാസ് കഷ്ണം പോലെ ഒഴുകി മേലോട്ട് പോകും. അതേസമയം യഥാർത്ഥത്തിലുള്ള വല്ല പ്രശ്നമുണ്ടെങ്കിൽ തീരോധാനം സംബന്ധിച്ചും അതുപോലെ തന്നെ ദുരൂഹ മരണം സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കും എന്നതാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്.